വെള്ളരിക്കാപട്ടണമാണോ എന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ സംശയം. സരിത ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ഇപ്പോഴും ഇതാ ഈ രീതിയിലൊക്കെ നടക്കുന്നുമുണ്ട്. ഇത് ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഇതിൻ്റെ ഉത്തരം ഈ രാജ്യത്തെ പൊതുജനത്തിന് അറിയാമല്ലോ. ഇത് ഒരു വെള്ളരിക്കാപട്ടണം ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള മൊഴിമാറ്റങ്ങളും ഈ കഴിഞ്ഞ 4.5 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ഈ സരിതയുടെ ലീവ് ഇൻ പാർട്ട്ണറായിരുന്ന ആ വ്യക്തി ഉൾപ്പെട്ട ഒരു കൊലപാതക കേസ് മറച്ചു വെച്ച് അത് കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ FIR റിപ്പോർട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെ ഒന്നും ചെയ്യാതിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ആഭ്യന്തര വകുപ്പൊക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ വെള്ളരിക്കാപട്ടണത്തിൽ. അന്ന് ഒരു നടപടി എടുക്കാതെ ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് നടക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള എത്രമാത്രം മൊഴിയെടുപ്പുകൾ നടന്നിരിക്കുന്നു. ഇവിടെ ഇതിനെക്കുറിച്ച് പ്രതിപക്ഷം എനിക്ക് ആ കാര്യത്തിൽ ശ്രീ രാധാകൃഷ്ണൻ ഡീന്റെ സംശയം അതല്ല. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തേക്ക് വന്ന 1,90 ലക്ഷം രൂപയുടെ ആരോപണം മുഖ്യമന്ത്രി വാങ്ങി എന്ന് പറയുന്ന സരിത, അതുപോലെ 40 ലക്ഷം ആര്യാടൻ മുഹമ്മദ് വാങ്ങി എന്ന് പറയുന്ന സരിത, ഇന്നിപ്പോൾ കേസ് അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെയാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞ സരിത, 30 പേരുള്ള കത്ത് 4 പേജ് ആക്കിയത് ആരാണ് എന്ന് പറയുന്ന സരിത, തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നിരന്തരം വിളിച്ച് ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ സരിത, ഇതൊക്കെ പറയുന്ന സരിത ഇങ്ങനെ വലിയ ഗ്ലാമറിൽ മുന്നോട്ട് നടക്കുന്നു. മുഖ്യമന്ത്രി ഇതാ ആളുകളുടെ മുമ്പിൽ സത്യം തെളിയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന ഒരു അവസ്ഥ, വളരെ കഷ്ടം പിടിച്ചൊരവസ്ഥ. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്ന വെള്ളരിക്കാപട്ടണത്തെ കുറിച്ചാണ് ഡീൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ സരിത 2014 ഏപ്രിലിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പ്രമുഖ വാരികയ്ക്ക് കൊടുത്തൊരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ കിട്ടിയ ഒരു ഓഫറിനെ കുറിച്ച്, ഒരു 10 കോടി രൂപയും ഒരു വീടും എനിക്ക് ഓഫർ ചെയ്തിരുന്നു അന്ന് CPM നേതാക്കൾ എന്ന് പറഞ്ഞ സരിത, ഒരു ചാനൽ പ്രവർത്തകൻ വഴിയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ വഴിയാണ് ഈ ഓഫറിൻ്റെ നിന്ന് വന്ന സരിത എന്ന് പറഞ്ഞ സരിത ആ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്തോ ദൈവാധീനം, അവർ ഒരുപാട് മൊഴികൾ മാറ്റി പറഞ്ഞെങ്കിലും ഇന്നും അവർ പറഞ്ഞിരിക്കുന്നു ആ ഓഫർ CPMൻ്റെ മുതിർന്ന നേതാവ് ശ്രീ EP ജയരാജൻ മുന്നോട്ട് വെച്ച ഓഫർ 10 കോടി രൂപയുടെ ഓഫർ അതിപ്പോഴും നിലനിൽക്കുന്നു, അത് സത്യം തന്നെയാണ് എന്ന് ഒരുപാട് അസത്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ സരിത. അപ്പോ എന്റെ ചോദ്യം ഇത് തന്നെയാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യവും കണ്ടെത്തണം. പ്രതിപക്ഷത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ആ പ്രതിപക്ഷം ഇപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കില്ലല്ലോ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് അനന്തലോട്ടമാണ് പറയേണ്ടത്. പക്ഷേ മറ്റുള്ള ഭാഗത്ത് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി പണം വാങ്ങിയവരാണ് അപ്പുറത്തുള്ളത്. അതാണ് കൃത്യമായി ഇപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഈ 2 കാര്യങ്ങളും വേണമെങ്കിൽ അജിത് കുമാറിന്റെ വാദത്തിനനുസരിച്ച് കണ്ടെത്തേണ്ടതാണെങ്കിൽ കണ്ടെത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ വെള്ളരിക്കാപട്ടണത്തിൽ ഇത് കണ്ടെത്തേണ്ട ആളുകൾ കണ്ടെത്തുന്നില്ല. അവിടെ നിന്ന് ശ്രീ ഡീൻ കൈ പൊക്കുന്നുണ്ട്, അദ്ദേഹം തന്നെ തുടർച്ചയായിട്ട് മറുപടി വരും. പക്ഷേ അത് എന്നോട് ചോദിച്ചതിന്റെ ബാക്കി കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ ലാൽ. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ശ്രീ രാധാകൃഷ്ണൻ പറയുകയുണ്ടായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല. ഇതിനെ തുടക്കം മുതൽ ഇതിനെക്കുറിച്ച് മുഴുവൻ അന്വേഷണം നടത്തിയിരിക്കുന്നു. അന്വേഷണം നടത്തിയതിന്റെ പേരിലാണല്ലോ ഈ പറഞ്ഞ 33 കേസിൽ ഈ സ്ത്രീ പ്രതിയായതും. ചില കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുന്നു, മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ അന്വേഷണം വേണ്ട എന്നുള്ള കാര്യം അത് സ്റ്റേ ചെയ്യാനും റദ്ദാക്കാനും ആളുകൾ നടക്കുന്നു. നമ്മൾ സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം. ഒരു വാചകം കൂടി അങ്ങയുടെ അനുഭവത്തോടെ ഞാൻ 1 മിനിറ്റ് നിർത്തോട്ടെ. എല്ലാ പ്രതികൾക്കുമെതിരെ നിയമനടപടി സ്വീകരിച്ചുകൊണ്ട് ഈ കേസിൽ ഏത് മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് എതിരെ വരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരും ഇപ്പൊ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ട് മാറിയിരിക്കുകയാണ്. അതുവരെ പോരല്ലോ, അതുവരെ മാത്രമാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടുന്നത്. ശ്രീ അജിത് കുമാർ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അന്വേഷണത്തിന് സ്റ്റേ വേണോ? ജിക്കുമോന്റെയും ജോപ്പന്റെയും ഒക്കെ കാര്യത്തിൽ മാത്രം കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചാൽ മതിയോ? അതിനപ്പുറമുള്ള അന്വേഷണം വരുമ്പോൾ എന്തിനാണ് സ്റ്റേ? നിങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ ശ്രീ ആനത്തലവട്ടം. ഈ ആരോപണത്തിന് മുകളിലാണ് മറ്റാരോപണങ്ങൾ എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു വെക്കുക? 2 ദിവസമായി കോൺഗ്രസിൻ്റെ വക്താക്കൾ വന്ന് പറയുന്നു, ഇന്ത്യ ടുഡേയിലും ജയ്ഹിന്ദ് TVയിലും സരിത 10 കോടി രൂപ ജയരാജൻ സരിതയ്ക്ക് ഓഫർ ചെയ്തിരുന്നു എന്ന് വന്ന് പറയുന്നു. ഓഫർ കൊടുത്തെന്ന് പറയുന്നില്ല. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, സരിത തന്നെ പറയുകയാണ്, സരിതയുടെ അടുത്ത് നേരിട്ട് പറയുകയല്ല ചെയ്തത്, ഫെനി ബാലകൃഷ്ണനോട് പറഞ്ഞെന്നാണ്. ആ ജയരാജൻ 5 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ സരിതയുടെ മൊഴിയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. സരിതയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല. ലാല് പറഞ്ഞതുപോലെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, 5 നയ പൈസ കൊടുത്ത് ഈ സരിത എന്തിനാണ് ഞങ്ങൾ കൂട്ടുപിടിക്കുന്നത്? ഈ ഗവൺമെൻറ് മറിച്ചിടാനാ? ഗവൺമെൻറ് മറിച്ചിടാൻ ചെയ്തെന്നല്ലേ പറയുന്നത്. അല്ലാതെ തന്നെ വീഴ്ത്താൻ കഴിയും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ആരെങ്കിലും അട്ടിമറിച്ച് ചാക്കിട്ട് പിടിച്ച് ഗവൺമെൻറ് വീഴ്ത്തുന്ന പണിയേ ഇല്ല. എങ്കിൽ എന്നേ വീഴുമായിരുന്നു.
ആ പണിയില്ല. അത് നിങ്ങളുടെ ഒരു പണിയാണ്, കോൺഗ്രസിൻ്റെ പണിയാണ് നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ അതടക്കം അന്വേഷിച്ചുള്ളൂ. സരിത പറഞ്ഞ ഞാൻ 2-3-4 വിഷയങ്ങൾ നിങ്ങളടുത്ത് പറയട്ടെ. ഒന്ന് ജയരാജൻ്റെ കാര്യത്തിൽ അതാണ്. ജയരാജനോ CPM-ൻ്റെ ഏതെങ്കിലും ഒരാളോ ഫെരീം ബാലകൃഷ്ണനെ കുറിച്ച് സരിത ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എൻ്റെ കൂടെ നിന്ന് 75 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയവനാണ്. അഡ്വക്കേറ്റിൻ്റെ ഈ സന്നദ്ധമായിട്ട് പോലും നടക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ ഇതിൻ്റെ പേര് പറഞ്ഞ് സരിത കുറേ പേരെ പറ്റിച്ചു എന്ന് പറയുക. സരിതയെ പറ്റിച്ച സരിതയെ പറ്റി ഇന്ന് VS അച്ഛാരെന്നും പറഞ്ഞാൽ ശരി, പാകനടിച്ച് കാശുണ്ടാക്കിയവനെയൊക്കെ പാകനടിക്കുന്ന വലിയ പാകനടിക്കാരനാണ് മുഖ്യമന്ത്രി. കാരണം സരിത ഈ ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് പലരും നിന്നായിട്ട് കാശ് വാങ്ങി. ആ കാശെല്ലാം കൂടി ഉമ്മൻചാണ്ടിയും വാര്യാട് മുഹമ്മദും മറ്റുള്ള മന്ത്രിമാരും കൂടി അങ്ങോട്ട് വായിച്ചുകൊണ്ട് പോയി. സരിതയ്ക്ക് തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. ഇവിടെ ഞാൻ 2-3 വിഷയങ്ങൾ ഈ ഡീൻ കുര്യാക്കോസ് ആയാലും എൻ്റെ സ്നേഹിതൻ അജിത്തായാലും പറയേണ്ടതുള്ളത്. ഇവിടെ ജയിലിൽ കിടക്കുന്ന സരിത ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെയായി കടം വീട്ടിയത്? ആരാ പണം കൊടുത്തത്? 1. 2, ജയിലേജ് പറയുകയുണ്ടായി. സരിതയുടെ കത്ത് കാണാനിടയായി 13 പേരെ, ഈ മന്ത്രിസഭയിലുള്ള 3 പേർ, കേന്ദ്ര മന്ത്രിസഭയിൽ ഇവിടെ നേരത്തെ മന്ത്രിമാരായിരുന്ന ചില ആളുകൾ, MLA-മാർ, MP-മാർ, ഇവരെയൊക്കെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കത്തിൽ. ആ കത്ത് എന്ത് ചെയ്തെന്നാണ് ചോദ്യം. കത്ത് ഹൈക്കോടതിയിൽ എൻ്റെ പ്രൈവറ്റ് കേസാണ്, എൻ്റെ പേഴ്സണൽ മാറ്ററാണ് എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്ത് വരിക. സ്റ്റേ കഴിഞ്ഞാൽ ആ കത്ത് പുറത്തു വരും. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, പണ്ടൊരു ചൊല്ലുണ്ട്, അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ ഈ മാന്യന്മാരെന്ന് പറഞ്ഞ് പല ആൾക്കാരും നടക്കുന്നവരുടെ നില എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ പോലെ ആ കത്തൊന്ന് പുറത്തു വന്ന സംഗതി കുഴഞ്ഞില്ലേ? ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടിയെ പിതൃതുല്യനാണെന്ന് വിളിച്ചത്. അത് അദ്ദേഹവുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് എൻ്റെ പിതൃതുല്യനാണ്. ഈ കാശ് വാങ്ങിച്ച കാര്യത്തെക്കുറിച്ച് സരിത തന്നെയല്ല ഇപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. സരിത ഇതുവരെ പറഞ്ഞില്ല, ഇപ്പം പറയുന്നത് എന്തെന്നാണ് കോൺഗ്രസിൻ്റെ വക്താക്കളുടെ ഒരു ചോദ്യം. സരിത ഇന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്മീഷന്, ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഞാനിത് CJM കോടതിയിൽ മിസ്റ്റർ രാജുവിൻ്റെ, ജഡ്ജി രാജുവിൻ്റെ മുമ്പിൽ പറഞ്ഞതാണ്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജുവാണ് ഇക്കാര്യത്തിൽ ഒരു കോടതി ജഡ്ജിയുടെ പദവി വിട്ടിട്ട് അവരുടെ മൊഴിയെ രേഖപ്പെടുത്താതിരിക്കുക. ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സരിത എന്ന് പറയുന്നത്. ആ കോടതിയിൽ രേഖപ്പെടുത്തി. അവിടെ നിന്നാണ് ആ സരിതയെ പൊൻകുന്നം ഡിവൈഎസ്പിയുടെ എല്ലാം കസ്റ്റഡിയിലിരുന്ന സരിതയെ കൊണ്ടുവന്ന് പത്തനംതിട്ട ജയിലിലാക്കി. ആ ജയിലിൽ എവിടെ കസ്റ്റഡിയിലിരിക്കുമ്പോഴാണ് ഈ കത്ത് എഴുതിയത്. അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ ഈ കത്തിലെ വിവരങ്ങളാണ് മജിസ്ട്രേറ്റിനോട് പറഞ്ഞത്. ഇത് ലീക്ക് ചെയ്തു. അന്ന് രാത്രി തന്നെ സരിത പത്തനംതിട്ട ജയിലിൽ നിന്ന് മാറ്റി അട്ടക്കുളങ്ങര കൊണ്ടുവന്നു. അട്ടക്കുളങ്ങര ജയിലിൽ സരിത എത്തുന്നതിന് മുമ്പ് 150 അപേക്ഷകൾ. എങ്ങനെ അറിഞ്ഞു സരിത ഇങ്ങോട്ട് വരുന്നത്? ഗവൺമെൻറ്റിലല്ലാതെ ആർക്കെങ്കിലും അറിയാമോ? സന്ദർശകർ വന്നിരിക്കുകയാണ്. അതിലൊരു കൂട്ടർ വന്നിരിക്കുന്നു സരിതയെ അപായപ്പെടുത്താൻ, ആയുധങ്ങളും തോക്കുമായിട്ട് വന്നിരിക്കുന്നു. ആ ആൾക്കാരെ വാച്ചന്മാർ തടഞ്ഞ, സെക്യൂരിറ്റിക്കാർ തടഞ്ഞതിൻ്റെ ഫലമായി, കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായി അവർ രക്ഷപ്പെട്ടു. അപ്പം ചില മലയാള സിനിമയിൽ നടക്കുന്ന പോലെ സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന ചില സിനിമ ഉണ്ടല്ലോ, കള്ളക്കടത്തും കഞ്ചാവ് കടത്തും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെ നടന്ന ചില അധോഗലോ സംഘത്തിൻ്റെ ചരട് അന്വേഷിച്ച് മുമ്പ് ആഭ്യന്തരമന്ത്രി ആയിരിക്കും. നമ്മൾ കാണുന്നില്ലേ മലയാള സിനിമ? അതുപോലെ ഒരു സിനിമയാണെന്ന് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിമാരുടെയും പേര്. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താം, സമയം തീർന്നുവെങ്കിൽ. ഞാൻ ചോദിച്ചാൽ ഇപ്പോഴത്തെ DGP എന്താ പറഞ്ഞത്? സെൻകുമാർ. സരിതയുടെ ഫോൺ കോളുകൾ മുഴുവൻ നശിപ്പിച്ചത് IG ജോസ്. IG ജോസ് ഇപ്പോൾ സർവീസിലില്ലേ? എന്തിനു നശിപ്പിച്ചു? ശ്രീഡീൻ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത നടപടികൾ എടുക്കാതെ ആനത്തലവട്ടത്തെ കൊണ്ട് പറയിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് പൊതു ഖജനാവിൽ നിന്നും ഒരു പൈസ നഷ്ടം വന്നിട്ടില്ല, ആർക്കും തർക്കമില്ലല്ലോ. ഗവൺമെന്റിന്റെ പോളിസിയിൽ ഇടപെടാൻ ഇവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല, ആർക്കും തർക്കമില്ലല്ലോ. അപ്പോ ഇവിടെ കൊടുക്കൽ വാങ്ങലുകളാക്കി ഇവരുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കിയ സ്ഥലത്തു നിന്നും ഇവർക്കെതിരെ 33 കേസുകൾ ചാർജ് ചെയ്ത് ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ 2 വർഷമായി ഈ ഗവൺമെന്റിന് വേണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആനത്തലവട്ടം ആനന്ദനും ഒക്കെ പറയുന്ന പോലെ ഒത്തുകളി ആയിരുന്നുവെങ്കിൽ ഈ ഒത്തുകളി എന്നൊക്കെ പറയുന്നത് നാടൻ ഭാഷയിൽ ഇങ്ങനെയാണോ? ഇതെന്താ ഈ പറയുന്നത്? അപ്പോൾ ഏതായാലും 2 വർഷക്കാലമായി ഇവർ ഇതിനു മുമ്പ് ഇപ്പം പറയുന്നത് 10% എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഇവർ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ എന്നാ പിന്നെ ഇവിടെ ഒരു ഗവൺമെന്റിനെ
മാറ്റിവെച്ചതൊക്കെയാണോ ഈ എടുത്ത് ഇതൊക്കെ ജനങ്ങൾക്കറിയാലോ. ജനങ്ങൾക്ക് അവകാശപ്പെടുന്ന പണം തന്നെയല്ലേ ഇത്? ഇന്ത്യയുടെ കറൻസി നോട്ടല്ലേ? ഈ പുറത്തു കൊണ്ടുവന്ന് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും അവർ രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇവിടെ അങ്ങനെ ഇരിക്കെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇവിടെ ബാഹ്യ പ്രേരണ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇപ്പൊ ജുഡീഷ്യറിയെ അടക്കം ഇവർ എന്താ പറയുക സംശയത്തിന്റെ നിഴലിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കെ ബാബുവിന്റെ കേസിൽ ഇന്ന് ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി അത് കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നു. ഇവിടെ അപക്വമായ വിധി പ്രഖ്യാപിക്കുന്ന ജുഡീഷ്യൽ എന്താ പറയുക ഓഫീസർമാർ വരെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്യധികം അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് മാധ്യമ നിരീക്ഷകരടക്കം പല ചാനലുകളിലും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒറ്റ കാര്യം മാധ്യമ ചർച്ചകളിലടക്കം മാധ്യമ നിരീക്ഷകരായിട്ടുള്ള ആളുകൾ വരെ പങ്കെടുത്ത ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവരടക്കം പറയുന്നുണ്ട് കേരളത്തിലെ ബാർ മുതലാളിമാർ അവർ വിലപേശുന്നു സരിതയെ വെച്ച് എന്ന് മാധ്യമ മേഖലയിൽ വരെ ചർച്ചയുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ എങ്ങനെയും അട്ടിമറിക്കാൻ വേണ്ടി ഇവരെല്ലാം ഒത്തുചേർന്ന് രാഷ്ട്രീയമായി അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമായിരിക്കും. ആ ചർച്ചകൾ ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയ ബോധയിൽ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്ന് ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ നിങ്ങളെ കൊണ്ടാകുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്നില്ലല്ലോ ഡീൻ. ഇതിനകത്ത് ഒരു കാര്യം, കെ എം മാണി രാജിവെച്ചത് എന്തിനാണ്? ഒരു വിജിലൻസ് കോടതിയുടെ പരാമർശം കൊണ്ടാണ്. കെ ബാബു രാജിവെച്ചതും ഇതുപോലെ തന്നെയാണ്. അവിടെ ഇപ്പോൾ വീണ്ടും ഒരു പരാമർശം വന്നിരിക്കുന്ന ഘട്ടത്തിൽ രാജിവെച്ച് മാറി നിൽക്കേണ്ട ഒരു ധാർമ്മികത കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? വിജിലൻസ് കോടതിയുടെ എന്താ പറയുക നിലവാരമില്ലാത്ത എന്ന് വെച്ചാൽ അപക്വമായ ഒരു തീരുമാനം. ഇവിടെ സോളാർ കമ്മീഷന് മുമ്പിൽ സരിതയുടെ മൊഴിയെടുക്കൽ പോലും പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പ് തന്നെ നേതാക്കന്മാരെല്ലാം ഒരുപാട് വാദിച്ചിട്ടുണ്ട്. അപ്പൊ പബ്ലിക് സർവൻസിനെ സംബന്ധിച്ച് ഇവിടെ ആധികാരികമായ ഒരു എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ. ജൂഡിസ്ഡിക്ഷൻ ഉണ്ടോ? തൃശ്ശൂർ വിജിലൻസ് കോടതിക്ക് ഈ കേസിൽ ജൂഡിസ്ഡിക്ഷൻ ഉണ്ടോ? ഇവിടെ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ നേരിടുക. അത് കാണിക്കണ്ടേ? അല്ല ഈ ജൂറിസ്ഡിക്ഷൻ എല്ലാം തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതാണ്. അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം കോടതിയിൽ ചോദിച്ചതിന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് ഗസ്റ്റ് ഹൗസിൽ വെച്ച്? തൃശ്ശൂർ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നത് എന്ന് അങ്ങേക്ക് അറിയാമോ? ഇവിടെ തൃശ്ശൂരിൽ അല്ലെങ്കിൽ ഏത് ജൂറിസ്ഡിക്ഷനിലാണ് സരിതയുമായിട്ടുള്ള ഇടപാടുകൾ നടന്നത് എന്ന് അങ്ങേക്ക് കൃത്യമായി അതായത് അല്ല ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഏതായാലും സരിതയുടെ വാക്കുകൾ മുകളിലേക്ക് എടുത്താണല്ലോ ഒരു മാന്യ അദ്ദേഹം കേസിന് പോയത്. സരിത എന്താ പറഞ്ഞത്? സരിത പറയുന്ന പണമിടപാട് നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിലും ഒക്കെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഏതായാലും അതിപ്പോ ഡൽഹിയിൽ വെച്ച് നടത്തിയത് CBI ഇനിയിപ്പോ അന്വേഷിക്കാനൊക്കെ. അല്ല എറണാകുളത്ത് എന്ന് നിങ്ങൾ ഇടയ്ക്ക് ചേർക്കേണ്ട. എറണാകുളത്തും എന്ന് നിങ്ങൾ ഇടയ്ക്ക് അല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട. എറണാകുളത്ത് നിങ്ങൾ പറഞ്ഞു എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തിയെന്ന്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നും പറയാമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കാര്യം പുറത്ത് ഞാൻ പറയുന്നതല്ല, കോടതി തന്നെ പറഞ്ഞാണ്. എന്റെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, പബ്ലിക്കായി ഞാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ ഉന്നതനായ ഒരു വ്യക്തിത്വത്തിനെതിരെ കവല പ്രസംഗം നടത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ആ ഉന്നതനായ വ്യക്തിയെ ഇങ്ങനെ വളരെയധികം അപമാനിക്കുന്ന ആളുകൾക്കെതിരെ മാനനഷ്ടത്തിന് മനസ്സിലാക്കണം. നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു 10 സെക്കൻഡ് ശ്രീ സജീവനിലേക്ക് പോകാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ശ്രീ സജീവൻ, ഇത് എങ്ങനെയാണ്
നാളെയും പുതിയ മൊഴികൾ വരാൻ പോകുന്നു സരിതയിൽ നിന്ന്. വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന വലിയ പേരുകൾ തന്നെ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ ഒരു തരത്തിലും നടപടികൾ ഉണ്ടാകില്ല. കൃത്യമായി കോടതികൾ പറഞ്ഞാലും കോടതികളെ രാഷ്ട്രീയ ഭ്രാന്ത് എന്ന് ഡീൻ കുര്യാക്കോസിനെ പോലുള്ളവർ പറയും. ഇതിനല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, തീർച്ചയായിട്ടും അല്ല. കോടതിയെ നമുക്ക് പുറത്തു വെച്ചെന്തെങ്കിലും പറഞ്ഞാൽ പല ന്യായാധിപന്മാരും പറഞ്ഞല്ലോ കൈ കെട്ടിയിട്ട് അടിക്കുന്ന പോലെയാണെന്നുള്ളത്. ഇത് അത് മാത്രമേ ഉള്ളൂ. ഇവിടെ കോടതി എന്താ ചെയ്തിട്ടുള്ളത്? കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് ഇപ്പോൾ ഡീൻ പറഞ്ഞു. ഇത് സാമ്പത്തികമായ കേസാണ്, അതിന് സ്ഥലപരമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ അല്ല ഉള്ളത്. അത് അദ്ദേഹം മനസ്സിലാക്കണം. രണ്ടാമത്തേത് 33 കേസുകളുടെ കാര്യം പറഞ്ഞു. 33 കേസുകൾ എടുത്തിട്ടുള്ളത് സ്വകാര്യ വ്യക്തികൾ അവരുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള അവരുടെ പരാതി ഓരോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത അതിൽ കേസെടുത്തേ മതിയാവൂ. ആ സർക്കാരിൻ്റെ മിടുക്കോ അല്ലെങ്കിൽ മിടുക്കുകേടോ അല്ല. അവിടെ ആ കേസെടുത്തതും ആ കേസ് പിന്നെ ആ കേസിൽ എത്ര എണ്ണം ഇപ്പോൾ ഇവിടെ അവസാനം നിലനിൽക്കുന്നുണ്ട് കാര്യം അറിയാലോ. ബാക്കിയെല്ലാം പണം കൊടുത്ത് തീർത്തു. ഈ ഒരു പ്രശ്നവുമുണ്ട്. മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ കൃത്യമായി തന്നെ നമ്മുടെ ചർച്ചയിലേക്ക് എത്തണമെന്ന് ഡീനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വി രാജേഷ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ടി സിദ്ദിഖ്, PC ജോർജ്, M വിൻസെന്റ്, ജെ അജിത് കുമാർ, മുഹമ്മദ് റിയാസ്, രാധാകൃഷ്ണ മേനോൻ, ആനത്തലവട്ടം, ഡീൻ കുര്യാക്കോസ്, A സജീവൻ.